ശ്രീ കെ പി മോഹൻ, എനിക്ക് 9 മിനിറ്റ്. സർ, കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ ഇവിടെ അവതരിപ്പിച്ച സർവതല സ്പർശിയായ ബഡ്ജറ്റിനെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. സർ, കേരള ജനതയ്ക്ക് വേണ്ടി, നാടിൻ്റെ വികസനം കണ്ടറിഞ്ഞുകൊണ്ട് പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, അതോടൊപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവതരിപ്പിച്ച ബഡ്ജറ്റ് നമ്മുടെ നാടിൻ്റെ മുന്നോട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ആക്കം കൂട്ടുന്നതാണ്. അസാധ്യമായിട്ടൊന്നുമില്ലെന്ന നെപ്പോളിയൻ്റെ വാക്ക് കടമെടുക്കുകയാണ് സർ ഞാൻ. ഗെയിൽ പൈപ്പ് ലൈൻ, വിഴിഞ്ഞം തുറമുഖം, ദേശീയപാത വികസനം, മലയോര തീരദേശ ഹൈവേകൾ, തുരങ്കപാത എന്നിവ യാഥാർത്ഥ്യമാക്കിയത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം സമരം ചെയ്യാൻ പോലും വിഷയമില്ലായിരുന്നു പ്രതിപക്ഷത്തിന്. പെൻഷൻ കൃത്യമായിട്ട് നൽകി, ആശുപത്രിയിൽ മരുന്നും ഡോക്ടറും എല്ലാ സമയത്തും ലഭ്യമായി. ഇപ്പോൾ UDF സമരത്തിന് വിഷയമുണ്ടാക്കാൻ ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള പദ്ധതി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സർ, ക്ഷേമം ഉറപ്പാക്കാൻ സമസ്ത മേഖലയിലും തൊട്ടു തലോടുകൾ നമ്മുടെ ബജറ്റിന് സാധിച്ചു. സർ, നമ്മുടെ ബജറ്റിന് പ്രത്യേകതയുണ്ട്. സർ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, എനിക്ക് ഓർമ്മ വരുന്നത് പോക്കിരി രാജയിലെ ഒരു ഡയലോഗാണ്. രാജ ചൊല്ലറ് താൻ ചെയ്യുവാൻ, ചെയ്യുന്നത് മട്ടും താൻ ചൊല്ലുവാൻ. പറഞ്ഞതെല്ലാം ചെയ്യും, ചെയ്യുന്നത് മാത്രമേ പറയൂ. ആ രീതിയിൽ തന്നെയാണ് സർ നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രിയും. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് പ്രതീക്ഷിച്ച ഒന്നും കിട്ടിയില്ല. സർ, അതിനെതിരെ ഒരു ശബ്ദമുയർത്താൻ ഇവിടുത്തെ പ്രതിപക്ഷം തയ്യാറായില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് MGNREG തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയെ എടുത്തു മാറ്റി. മഹാത്മാഗാന്ധിയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അവരതിനെ പ്രതികരിക്കേണ്ടതായിരുന്നു. ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ CPM-ഉം CPI-യും RJD-യും ഒക്കെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമരം ചെയ്തപ്പോൾ അവരൊന്നും അനങ്ങിയില്ല. സർ, കേരളത്തിന് ആമജീവിതമാണ് കേന്ദ്ര ബഡ്ജറ്റിനെ വിലയിരുത്തി മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ക്ഷേമ പെൻഷൻ വിതരണത്തിന് തുക വകയിരുത്തി പാവങ്ങളോടുള്ള ഈ സർക്കാരിൻ്റെ പ്രതിജ്ഞാബദ്ധത ഉറപ്പാക്കുകയാണ് സർ ഈ സർക്കാർ ചെയ്യുന്നത്. സർ, മന്ത്രി ബാലഗോപാൽ ഈ ബഡ്ജറ്റിൽ പറഞ്ഞതെല്ലാം ചെയ്യാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞതെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബഡ്ജറ്റ് എല്ലാവർക്കും ഹാപ്പിയാണ് നൽകിയിട്ടുള്ളത്. കേന്ദ്ര അവഗണന തുടരുമ്പോഴും സ്വന്തം കാലിൽ നിന്നുകൊണ്ട് സാധ്യമായ തരത്തിൽ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് നമ്മുടെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നടക്കില്ലെന്ന് കരുതി ഒരു പദ്ധതിയും ഈ സർക്കാർ മാറ്റിവെച്ചിട്ടില്ല. റോഡുകളും പാലങ്ങളും വ്യവസായ സംരംഭങ്ങളും ആശുപത്രി ഉൾപ്പെടെയുള്ള കെട്ടിട സമുച്ചയങ്ങളും എല്ലാം വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിച്ചു. കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ വികസനമൊരുക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ കൂലിപ്പണിക്കാരായ സാധാരണക്കാരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്താനും ഈ സർക്കാരിന് കഴിഞ്ഞു. സർ, ഭവന പദ്ധതി, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ എല്ലാം സമൂഹത്തിലെ അടിസ്ഥാന വിഭാഗങ്ങളുടെ ക്ഷേമം കൂടി ഉറപ്പുവരുത്തുന്നതായിരുന്നു. പാവങ്ങളുടെ കണ്ണീരൊപ്പിയ പിണറായി സർക്കാർ ലോകത്തിന് തന്നെ മാതൃകയാണ്. സർ, മാതൃകയായത് നമ്മളൊക്കെ തന്നെ കണ്ട അതിദാരിദ്ര്യമുക്ത കേരളത്തിൻ്റെ പ്രഖ്യാപിച്ചപ്പോൾ അഭിനന്ദന പ്രവാഹമായിരുന്നു എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രത്തിൽ നിന്നും. കേന്ദ്രത്തിൻ്റെ അവഗണനയിൽ വീർപ്പ് കൂട്ടുമ്പോഴും ജനോപകാരപ്രദമായ പദ്ധതി ഒന്നുപോലും ഈ സർക്കാർ വെട്ടിക്കുറച്ചിട്ടില്ല. സ്കൂളുകൾ, ആശുപത്രികൾ, സർക്കാർ ഓഫീസുകൾ എല്ലാം ഇന്ന് ഈ ലോകോത്തര നിലവാരത്തിൽ ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കുകയാണ്. സർ, എൻ്റെ നിയോജകമണ്ഡലത്തിലെ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി 12 നിലകളുള്ള മൾട്ടി സ്പെഷ്യൽ ആശുപത്രിയായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. സർ, വർഗീയ ലഹളയില്ലാത്ത വർഷങ്ങൾ, ബ്ലേഡ് മാഫിയകളുടെ അഴിഞ്ഞാട്ടമില്ലാത്ത നാളുകൾ, സമാധാനപരമായി വീട്ടിനകത്ത് കിടന്നുറങ്ങാൻ കഴിഞ്ഞവരെല്ലാം ഈ സർക്കാരിനെ നെഞ്ചിലേറ്റിയെന്ന് ഉറപ്പാണ്. സർ, അതുകൊണ്ട് തന്നെ വീണ്ടും LDF സർക്കാർ തന്നെ അധികാരത്തിൽ വരണം എന്നതാണ് അവരൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത്. ആശാവർക്കർമാർ, അംഗൻവാടി വർക്കർ, ഹെൽപ്പർ എന്നിവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചതിനെ അഭിനന്ദിക്കുന്നു. സർ, ബഹുമാനപ്പെട്ട മന്ത്രിയെ കാണുമ്പോഴൊക്കെ തന്നെ സൂചിപ്പിച്ചിരുന്ന കാര്യമായിരുന്നു സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ കീഴിലുള്ള ലൈബ്രറിയന്മാർക്ക് അലവൻസ് വർദ്ധിപ്പിക്കുന്നത്. ഈ ബഡ്ജറ്റിൽ അലവൻസ് വർദ്ധിപ്പിച്ച നടപടിയെ അഭിനന്ദിക്കുകയാണ്. സർ, കുടുംബശ്രീ ചെയർപേഴ്സൺമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കാൻ കൂടി സർക്കാർ മുന്നോട്ട് വരണം തയ്യാറാവുന്ന കാര്യവും കൂടി പരിശോധിക്കണം. സർ, ഹരിത കേരളം ശുചിത്വ മിഷൻ ഉൾപ്പെടെയുള്ള 4 മിഷനുകളിലൂടെ നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പദ്ധതികളുടെ പൂർത്തീകരണത്തിനും ബജറ്റിൽ തുക കൂടുതൽ വകയിരുത്താൻ ബഹുമാനപ്പെട്ട മന്ത്രി മുന്നോട്ട് വരണം എന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. സർ, വടക്കൻ കേരളത്തിലെ പ്രധാന അന്തർ സംസ്ഥാന റൂട്ടും കണ്ണൂർ വിമാനത്താവളത്തിന് സമീപത്തുമുള്ള കൂത്തുപറമ്പിൽ അത്യാധുനിക ബസ് ടെർമിനൽ നിർമ്മിക്കാൻ നഗരത്തിലെ കണ്ണായ സ്ഥലത്ത് നഗരസഭ സ്ഥലമേറ്റെടുത്ത് അതിന് DPR തയ്യാറാക്കി വർഷങ്ങളായെങ്കിലും ടെർമിനൽ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനായിട്ടുള്ള DPR നഗരസഭ തയ്യാറാക്കി നഗരകാര്യ ഡയറക്ടർക്ക് നൽകിയിട്ടുണ്ട്. സർ,
ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർ, ജനപ്രിയ ബഡ്ജറ്റിൻ്റെ മാറ്റുകൂട്ടുന്നതിന് ഈ ബഡ്ജറ്റിൽ ബസ് ടെർമിനൽ നിർമ്മാണത്തിന് തുക അനുവദിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ എൻ്റെ മണ്ഡലത്തിലെ വ്യവസായ പാർക്ക് സ്ഥാപിക്കാൻ ചെറുവാഞ്ചേരി, പുത്തൂർ, മൊകേരി വില്ലേജുകളിൽ നിന്നായി നവോദയ കുന്നിൽ വ്യവസായ വകുപ്പിന് കീഴിൽ 506 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിന് കിൻഫ്ര നടപടികൾ ആരംഭിച്ചെങ്കിലും അതിൻ്റെ നടപടികൾ തുടർന്ന് കൊണ്ടുപോകാൻ ഇപ്പോൾ കൊണ്ടുപോകുന്നതായി കാണുന്നില്ല. സർ, തൊഴിൽ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നയത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ യുവതീ-യുവാക്കൾക്ക് വൻതോതിൽ തൊഴിലവസരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. വ്യവസായ പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾക്ക് തൊഴിലവസരം കൂടുതൽ ലഭ്യമാകും. ഇക്കാര്യത്തിൽ സംസ്ഥാനത്ത് പൊതുവെ കാണിക്കുന്ന താല്പര്യം കൂത്തുപറമ്പ് മണ്ഡലത്തിനോടും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർ, ബജറ്റിൽ വകുപ്പിന് അനുവദിച്ച വിഹിതത്തിൽ ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്ക് മുൻഗണന നൽകണമെന്ന് ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സർ, ഇവിടെ നടപടി വൈകുന്നതിൽ അനധികൃത ചെങ്കൽ ഖനനം വൻതോതിൽ നടക്കുകയാണ്. കൂത്തുപറമ്പിലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ബഡ്ജറ്റിലും അതുപോലെയുള്ള കാര്യങ്ങളിലും ഒക്കെ തന്നെ വന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ബഹുമാനപ്പെട്ട ഈ സർക്കാർ മുന്നോട്ട് വെക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. കൂത്തുപറമ്പിൽ ജെൻഡർ കോംപ്ലക്സ് 2ാം ഘട്ടം KG സുബ്രഹ്മണ്യ സ്മാരക സമുച്ചയ നിർമ്മാണം. KG സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ചിത്രകാരനും കലാകാരനും ഒക്കെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ് സർ കൂത്തുപറമ്പ്. അവിടെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള സമുച്ചയം നിർമ്മാണത്തിന് വേണ്ടി ഒരുപാട് വർഷമായിട്ട് എല്ലാവരും പറഞ്ഞപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് വന്നു, എല്ലാ രീതിയിലും മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ സർ, പാട്യം പഞ്ചായത്തിലെ കൂത്തുപറമ്പിലെ പാട്യം പഞ്ചായത്തിൽ ഉള്ള വാഗ്ബടാനന്ദ സമുച്ചയം, വാഗ്ബടാനന്ദ ജന്മനാടായ പാട്യത്ത് അദ്ദേഹത്തിന് വലിയൊരു സമുച്ചയം ഉണ്ടാക്കുകയാണ് സാർ. അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ട ഫണ്ട് അലോട്ട് ചെയ്തതാണ്, പക്ഷേ നടപടിക്രമങ്ങളൊന്നും മുന്നോട്ട് വന്നിട്ടില്ല. നല്ല സമുച്ചയമാണ്. അവിടെ കൺവെൻഷൻ സെൻറ്ററും കാര്യങ്ങളും മറ്റും തന്നെയായിട്ട് എല്ലാ ഘട്ടവും മുന്നോട്ട് പോകുമ്പോൾ അത് നന്നായി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള വലിയൊരു സമുച്ചയമാണ്. അത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ അതിന് മുൻകൈ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മറ്റ് രീതിയിലുള്ള പ്രവർത്തനം, പ്രത്യേകിച്ച് ഫണ്ട് അലോട്ട് ചെയ്തുകൊണ്ട് അത് നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവണം എന്നതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. സർ, മയ്യഴിപ്പുഴയോരത്ത് പെരിങ്ങത്തൂർ കിടഞ്ഞി തീരദേശ റോഡ്, ചെറുവാഞ്ചേരി സ്റ്റേഡിയം വിപുലീകരണം, പാനൂർ സിവിൽ സ്റ്റേഷൻ 2ാം ഘട്ടം, കൂത്തുപറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ ബ്ലോക്ക് 2ാം ഘട്ടം എന്നീ പദ്ധതികൾക്ക് ബജറ്റിൽ കൂടുതൽ പരിഗണന ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. സർ, നാടിൻ്റെ വികസനത്തിന് വേണ്ടി മുന്നേറ്റത്തിന് വഴിയൊരുക്കാൻ ഊന്നൽ നൽകിയ ബഡ്ജറ്റ് എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് വെക്കുമ്പോൾ അത് ഇവിടുത്തെ സാധാരണക്കാരുടെയും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരൻ്റെയും അതോടൊപ്പം തന്നെ വികസന രംഗത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ന് പറയുന്നത് ഞാൻ അടിവരയിട്ടു. പല സംസ്ഥാനങ്ങളുടെ മന്ത്രിമാരുമായിട്ടും അതുപോലെ തന്നെ അവിടുത്തെ പാർട്ടി നേതാക്കന്മാരുമായിട്ടും എല്ലാം ബന്ധപ്പെടുമ്പോഴൊക്കെ തന്നെ പറയുമ്പോൾ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചാണ് അവരൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പല സ്ഥലത്തും, പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിൽ ഒക്കെ തന്നെ ഇടയ്ക്ക് കാണുമ്പോഴൊക്കെ തന്നെ ഈ അടുത്ത കാലത്ത് ജാർഖണ്ഡിലൊരു മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹവും പറഞ്ഞത് അതാണ്, നിങ്ങളുടെ കേരളത്തിലെ വികസനത്തിൻ്റെ അടുത്തൊന്നും ഞങ്ങൾ വികസനം എത്തുന്നില്ല എന്നതാണ്. പക്ഷേ ഇതൊക്കെ തന്നെ യാഥാർത്ഥ്യമാക്കാൻ ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ എല്ലാ അകമഴിഞ്ഞ സഹായങ്ങൾ കൂടി ഉണ്ടാവുക, ഈ സർക്കാരിൻ്റെ കൂടുതൽ സഹായങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റിനെ ഒന്നുകൂടി പിന്താങ്ങിക്കൊണ്ട് നിർത്തുന്നു.